സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബിൽഡിംഗിൽ ദന്തരോഗ വിഭാഗത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ ആഴ്ചയിൽ 2 ദിവസം ഞങ്ങളുടെ തൃശ്ശൂർ കൂട്ടുപടിയിലുള്ള ആശുപത്രിയിലെ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നത്. നമ്മൾ പകുതി പൈസയ്ക്കാണ് സ്കാനിങ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് യഥാർത്ഥത്തിൽ ആ ആശുപത്രിയിൽ ഇപ്പോൾ HMC ഫണ്ടായിട്ടുള്ളത്. അവിടെ എല്ലാ പരിശോധനകളുമുണ്ട്, എല്ലാ ലാബ് സജ്ജീകരണങ്ങളുമുണ്ട്. അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പരിശോധനയ്ക്കായി വരുന്ന ആശുപത്രി എന്നുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കൂടി ആശുപത്രിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് സംസാരിച്ചു. ഞങ്ങളുടെ ആശുപത്രിയിൽ ഇങ്ങനെ മെഷീനുണ്ട്, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അങ്ങ് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ സൂപ്രണ്ടിന് നമ്പർ കൊടുത്തു, സൂപ്രണ്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം വരാം എന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം. എവിടെയാണ് ഈ സ്കാനിങ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക? ഇപ്പോൾ ഞാനും ഡോക്ടർ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ഐസൊലേഷൻ വാർഡിൽ പോയി. ഇഷ്ടംപോലെ സ്ഥലമാണ് അവിടെ ഉള്ളത്. ഐസൊലേഷൻ വാർഡിൽ നമുക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കി അവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്കാനിങ് മെഷീൻ ഇട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. ഞാൻ വന്നപ്പോൾ എന്നോട് ഈ ജയകുമാറാണ് പറയുന്നത്, ഞാൻ വന്നപ്പോൾ പ്രസിഡന്റ് നമുക്ക് മെഷീൻ വന്നുകൊണ്ട് എത്ര നാളായി, നമുക്കതൊന്ന് തുടങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ ഒരു മെഷീൻ കിടക്കേണ്ടത് തന്നെ പറഞ്ഞത്, കൊണ്ടുവന്ന് കിടക്കേണ്ടത് തന്നെ പറഞ്ഞത് ജയകുമാറാണ്. അന്ന് തുടങ്ങി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഇപ്പം ആ ഡോക്ടറെ കുറിച്ച് പരിശോധിച്ച് കൊടുക്കുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ബാച്ചിലെ ഡോക്ടറാണ് ഈ ഫസ്റ്റ് ബാച്ചിലെ ഡോക്ടറാണ് നമുക്ക് കിട്ടാമെന്ന് വെച്ചത്. എന്നോട് പറഞ്ഞ 5 മിനിറ്റേ ഉള്ളൂ എനിക്കൊരു സ്കാനിങ് പൂർത്തീകരിക്കാൻ. അപ്പോൾ നമുക്ക് അത് കുറേ ആഴ്ചയിൽ 2 ദിവസം വന്നാൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനൊരു 2 സ്റ്റാഫ് അദ്ദേഹം പറയും, 2 സ്റ്റാഫോ ഒരാളോ അതിൻ്റെ സഹായത്തിന് വേണ്ടി മതി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ HMC ഫണ്ട് ഉപയോഗിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരെ തരാം എന്നൊക്കെ പറഞ്ഞ് വരാൻ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ ഒരു ഇവിടുന്ന് മലിനജലം ഒഴുകുന്നു പറഞ്ഞാൽ മലിനജലം അല്ല, നമ്മുടെ എവിടെയോ പൈപ്പ് ചോർന്നിട്ട് ശരിക്കുള്ള നല്ല വെള്ളമാണ് താഴേക്ക് പോകുന്നത്. പക്ഷെ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി മലിനമാകുകയാണ്. അപ്പം ഞാൻ സൂപ്രണ്ടിനോട് കാര്യം പറഞ്ഞിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു, അവിടുത്തെ AE-നെ വിളിച്ചു. അപ്പോൾ AE അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 95,000 രൂപ അതിൻ്റെ എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളൂ. അത് ഇന്നലെ ഞാൻ ജയകുമാറിനോട് വിളിച്ചു പറഞ്ഞു, അതോടെ കിട്ടിയിട്ടുണ്ട്. ആ ബുക്കറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഓരോന്നും ചെയ്യണം. ലിഫ്റ്റ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മറ്റു OP-കളും പുതിയ ബിൽഡിംഗിലേക്ക് മാറ്റി പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങാമെന്നും അവർ അറിയിച്ചു. ആശുപത്രിയിൽ ഉടൻ തന്നെ സ്കാനിംഗ് തുടങ്ങുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മേരി തോമസ് പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ് അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി ജിഷി, ഡോക്ടർ സബീർ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ സ്വാഗതവും ദന്തരോഗ വിഭാഗം ഡോക്ടർ ലിജി നന്ദിയും പറഞ്ഞു.